ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. ബിന്നി പഴയ നടി അംബിക 20-ാം നൂറ്റാണ്ടിലൊക്കെ അഭിനയിച്ച ഫേമസ് ആയിട്ടുള്ളൊരു നടിയാണ്. അംബികയുടെ അമ്മ മരിച്ചിട്ട് ആ ഡെഡ് ബോഡി കണ്ടിട്ട് ചിരിച്ചോണ്ട് പോകുന്നൊരു വീഡിയോ ആണ്. അതായത് ഡെഡ് ബോഡി കണ്ടിട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ചിരിച്ചോണ്ട് വരികയാണ്. നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഡെഡ് ബോഡിയെ റെസ്പെക്ട് ചെയ്യണം. അതൊരു മര്യാദയാണ്. ബിന്നി ഒരു ഡോക്ടറാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഡോക്ടർ ആകണമെന്നില്ല. എങ്കിലും ഒരു ഡോക്ടറായ ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. സത്യം പറയുകയാണെങ്കിൽ ബിന്നിക്ക് സ്ഥലകാലബോധം ഇല്ലെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഡെഡ് ബോഡി കണ്ടിട്ട് നേരെ ഇറങ്ങി വരുന്ന വഴിക്ക് തലയും ചൊറിഞ്ഞ് മുഖം പൊത്തി ചിരിച്ചോണ്ട് വരുവാണ്. ചിരി കൂടിക്കൂടി വരുവാണ്. കൈ മാറ്റിയില്ലെങ്കിൽ പൊട്ടിച്ചിരിക്കും. ചൈനയിലൊക്കെ മരിച്ച വീട്ടിൽ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ചൈനയിൽ നിന്നാണ് ഡോക്ടറേറ്റ് പഠിച്ചതെന്നാണ് ബിന്നി പറഞ്ഞേക്കുന്നത്. അംബികനെ ബിന്നിക്ക് എങ്ങനെ അറിയാമെന്ന് ബിന്നി പറയുന്നുണ്ട്. അതായത് ഗീതാ ഗോവിന്ദത്തില് തന്റെ കോ ആക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് അംബിക. അങ്ങനെയുള്ള പരിചയമാണ്. അംബികയുടെ അമ്മേനെയും അറിയാവുന്നതാണ് പറയുന്നത്. ഇത്രയും അറിയാവുന്ന ആളായിട്ടാണ് ബിന്നി ഇതുപോലത്തെ പരിപാടി കാണിച്ചത്. കുറച്ചെങ്കിലും മാനേഴ്സ് അവിടെ കാണിക്കലായിരുന്നു. ഇതിനെ ന്യായീകരിച്ചു വന്ന ഒരാളാണ് നമ്മുടെ നെവിൻ. ചിലപ്പോൾ നിങ്ങളുടെ കോണ്ടന്റിനായിരിക്കാം ഓക്കെ, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചെന്ന് ഇടിച്ച് കയറിയിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്തിട്ട്. നെവിനൊന്ന് മനസ്സിലാക്കണം, ബിന്നിയോട് നമുക്കൊന്നും ഒരു ദേഷ്യവും ഇല്ല. പക്ഷെ ബിന്നി കാണിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അസൂയ കൊണ്ടും ചെയ്യുന്നുണ്ട്, ബിന്നി പൊട്ടത്തരം കൊണ്ടും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്താൽ ബിന്നി പെർഫെക്റ്റ് ആകും. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ കണ്ടായിരുന്നു അതുൽ വ്ളോഗ്സ്. ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ. ടു ബി ഓണസ്റ്റ്, ഞാൻ അവിടെ ബിന്നി ചേച്ചിയുടെ കൂടെ ഞാനും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. എടോ, നമ്മളൊരു മരണ വീട്ടിൽ പോയിട്ട് അവിടെ പോയി റെസ്പെക്ട് കാണിക്കണം എന്നുള്ളത് ഒരു ബേസിക് മാനേഴ്സ് ആണ്. എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും അവർക്കെല്ലാം ബാധകമാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ ഇവരെ പറയുന്നതെല്ലാം കുറ്റമായിട്ട് കാണരുത്. കാരണം അവരിത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു സംഭവം നടക്കുമ്പോഴത്തേനും ആരെങ്കിലും ചിരിച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും നമുക്ക് അത് സഹിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് എല്ലാവർക്കും. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ ക്യാമറയെല്ലാം അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും പറയരുത്. അവർക്ക് ഇത് തിരുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുവാണ്. ബിന്നിയുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ബിന്നി അങ്ങനെ ചെയ്തത്. അത് കണ്ടിട്ട് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ നിങ്ങളൊക്കെ തിരുത്തി കൊടുക്കേണ്ടതാണ്. അവരെ ന്യായീകരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. മീഡിയയ്ക്ക് എന്തും തോന്നിയതുപോലെ വിളിച്ചു പറയാൻ ഒരു കോൺസെപ്റ്റ്. യൂട്യൂബേഴ്സ് ഒക്കെ എന്തും പറഞ്ഞെന്ന് പറയരുത്. കാരണം അവർ മാന്യമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളൊരു മരിച്ച വീട്ടിൽ പോയാൽ അവിടെ റെസ്പെക്ട് കാണിക്കണം. അതൊരു ബേസിക് മാനേഴ്സ് ആണ്. അല്ലാതെ ഒരിക്കലും അതൊരു ഉപദേശമല്ല. അങ്ങനെ ഉപദേശിച്ചിട്ട് ആരെയും നന്നാക്കാനായിട്ട് നമ്മൾ നോക്കുന്നില്ല. അവിടെ മരിച്ചു കിടക്കുന്ന ഒരു അമ്മയാണ്. കുറച്ചു നേരമെങ്കിലും അവിടെ മാനേഴ്സ് കീപ്പ് ചെയ്യായിരുന്നു. അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ബിഗ് ബോസ് കഴിഞ്ഞപ്പോ ഒരു പ്രമുഖ കലാകാരി പറഞ്ഞ കുറെ ഡയലോഗ് ഉണ്ട്. ആ കലാകാരിയും അവിടെ വന്നിരുന്നു. എന്തുകൊണ്ട് ആ കലാകാരി അത് പറഞ്ഞെന്ന് ഇവിടെ വെച്ചൊരു സംഭവം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. PR കൊണ്ടുവന്നിട്ട് ഒരു അവാർഡ് നേടിയിട്ട് അത് വീട്ടിൽ കൊണ്ട് കാണിച്ചു. ഉളുപ്പില്ലേ നിങ്ങൾക്കൊന്നും? ഞാൻ ചോദിക്കണം, ഉളുപ്പില്ലേ? കാശ് ഉണ്ടെന്നുണ്ട് എന്തും കാണിക്കണം. ഈ കാശ് എത്രയോ പേര് സുഖമില്ലാതെ ക്യാൻസർ വാർഡുകളിലും മറ്റുള്ളവരും വിദ്യാഭ്യാസമായിട്ട് കിടക്കുന്ന അവർക്ക് കൊടുത്തൂടെ? ഒരു ട്രോഫിയിലാണ് എല്ലാം ഇരിക്കുന്നത്. അതായത് നമ്മുടെ ബിന്നിയുടെ ഒരു ചങ്ക് ഫ്രണ്ടാണ് ഈ കലാകാരി. ചിലപ്പോൾ ഇവരെ ബിന്നിക്ക് കപ്പ് കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ട് എയർപോർട്ടിലേക്ക് പോയി കാണും. അതായത് ബിന്നിനെ രാജകീയമായിട്ട് സ്വീകരിക്കാനായിട്ട്. എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അനുമോൾക്കാണ് കിട്ടിയെന്ന്. ആ ദേഷ്യം അവിടെ തീർത്തായിരിക്കും. ഇത് മാത്രമല്ല ഗൈസ്, അവിടെ വേറൊരു സംഭവം കൂടെ അരങ്ങേറി. അംബികയുടെ അമ്മ മരിച്ചു കിടന്നപ്പോഴത്തേനും ഒരാൾ സെൽഫി എടുക്കാൻ പോവാ അംബികയുടെ കൂടെ. അംബിക അവിടെ സെൽഫിക്ക് നിന്നു കൊടുക്കുകയും ചെയ്തു. ഇത് നിന്നു കൊടുത്ത അംബികേനാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അതായത് സ്വന്തം അമ്മയാണ് മരിച്ചു കിടക്കുന്നത്, അപ്പോഴാണ് ഒരാൾക്ക് സെൽഫി എടുക്കാനായിട്ട് നിന്നു കൊടുക്കുന്നത്. എന്തൊക്കെയായാലും മരിച്ചൊരു വീട്ടിൽ പോയിട്ട് ഒരാൾ ചിരിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ മരിക്കുമ്പോഴത്തേനും അവരെ കാണാൻ പോകുന്ന ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ പോയി ചിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിനെ വന്ന് ന്യായീകരിക്കുന്നവര് അതിലും വലിയ തെറ്റാണ് ചെയ്യുന്നത്. കാരണം അവരെ പറഞ്ഞു മനസ്സിലാക്കുക. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.